ഗസ്വ ഹിന്ദ് എന്നെങ്കിലും സംഭവിച്ചാൽ പാകിസ്ഥാൻ ഭീകരതയെ നശിപ്പിക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രം മതിയാകും. പാക് സോഷ്യൽ മീഡിയ ഹീറോ മുഹമ്മദ് ഷയാൻ അലിയുടെ വാക്കുകളാണ് ഇത്. താൻ കാണാനിടയായ ഒരു ദൃശ്യത്തിലൂടെയാണ് ഈ വാക്കുകൾക്ക് അദ്ദേഹം കൂടുതൽ വ്യക്തത വരുത്തുന്നത്. ഒരു അരുവിയിൽ ഒഴുകിയെത്തുന്ന ത്രിവർണ പതാക കഴുകി വൃത്തിയാക്കിയെടുക്കുന്ന ഒരു ഇസ്ലാം വിശ്വാസിയുടെ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് പാക് സോഷ്യൽ മീഡിയ ഹീറോ അഹമ്മദ് ഷയാൻ അലി. ഇതാണ് ഗംഗ യമുനി തഹ്സീബ്. ഈ കുറിപ്പോടെയാണ് അദ്ദേഹം ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദേശസ്നേഹികളല്ല എന്ന് എപ്പോഴും പറയുന്ന പാകിസ്ഥാന്റെ മുഖത്തേറ്റ അടിയാണ് ഈ വീഡിയോ. ഞാനിത് എപ്പോഴും പറയാറുണ്ട്, വീണ്ടും പറയുമെന്നും ഷയാൻ അലി പറയുന്നു. അരുവിയിലൂടെ ദേശീയ പതാക ഒഴുകി വരുന്നത് കാണുന്ന ഒരു ഇസ്ലാം യുവാവ് അരുവിയിലേക്ക് ഇറങ്ങുന്നതും അത് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീഡിയോ പാകിസ്ഥാനികളടക്കം ലൈക്ക് ചെയ്ത് രംഗത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചകോടിയുടെ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനെയും വളരെ ദൈന്യതയോടെ നോക്കി നിൽക്കുന്ന ഷഹബാസ് ഷെരീഫിന്റെ ചിത്രങ്ങൾ ചർച്ചയാകുന്ന അതേ സമയത്താണ് ഇത്തരത്തിൽ ഒരു പോസ്റ്ററും പരാമർശവും ഇദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം. പാകിസ്ഥാനികൾക്ക് പോലും നാണമുണ്ടാക്കിയ ചിത്രങ്ങൾ എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഉന്നത സ്ഥാനീയരായ പലരും ആ ചിത്രങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത്രമാത്രം ഭരണകൂടത്തെ പാകിസ്ഥാനികൾ വെറുക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ മോദിയുടെ കീഴിൽ ഇന്ത്യ ഓരോ ദിവസവും ജനങ്ങളുടെ വിശ്വാസ്യത നേടുകയാണ്. പാകിസ്ഥാനിൽ ഏറെ ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ് മുഹമ്മദ് ഷയാൻ അലി. പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നാണ് മുഹമ്മദ് ഷയാൻ അലി രാജ്യം വിടുന്നത്. പിന്നീട് സനാതന ധർമ്മം സ്വീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാക് അധീന കാശ്മീർ ഇന്ത്യ തിരിച്ചുപിടിക്കണം എന്നാണ് മുഹമ്മദ് ഷയാൻ അലി മോദിയോട് ആവശ്യപ്പെട്ടത്. പാകിസ്ഥാനിലെ വിജയകരമായ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യത്തിന് അഭിനന്ദനങ്ങളും അദ്ദേഹം കുറിച്ചിരുന്നു. ഇനി കാത്തിരിക്കരുത്, മുന്നോട്ട് പോയി പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചുപിടിക്കേണ്ട സമയമാണിത് എന്ന് അദ്ദേഹം രാജ്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാകണം എന്നതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അവിടെ നിന്നും പിന്നോട്ട് പോകരുത്. അവർ ഇന്ത്യക്കും അമേരിക്കയ്ക്കും എതിരായ തീവ്രവാദത്തെ പിന്തുണച്ചു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ ഗാസ പോലെയാകും. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നാണ് പാക് മാധ്യമങ്ങൾ പറഞ്ഞത്. ഭായ്, പേപ്പർ വിമാനങ്ങൾ എങ്ങനെയാണ് ഭായ് നശിപ്പിച്ചത് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹം ചോദിക്കുന്ന കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന അതേ സമയത്ത് ശരിക്കും മോദിയെ വളരെയധികം ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, മോദിയിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഷയാൻ അലി. ഈ അവസ്ഥയിലാണ്, ഇങ്ങനെ ഒരു മാനസിക നിലപാടുകൾ ഉള്ളപ്പോഴാണ് അദ്ദേഹം പാകിസ്ഥാനെ ഇത്തരത്തിൽ വിമർശിക്കുന്നത്. മോദിക്ക് പിന്തുണ നൽകി അദ്ദേഹം ഇതിനു മുൻപും എത്തിയിട്ടുണ്ട്. ജനിച്ചത് പാകിസ്ഥാനാണെങ്കിലും എൻ്റെ മനസ്സ് മോദിജി താങ്കൾക്കൊപ്പമാണ്, ഇസ്രയേൽ താങ്കൾക്കൊപ്പമുണ്ട്, ഇനി കമന്റുകളും ട്വീറ്റും വേണ്ട, മുച്ചൂടും തകർത്തേക്കൂ മോദിജി. പാക് സോഷ്യൽ മീഡിയ ഹീറോ മുഹമ്മദ് ഷയാൻ അലി നരേന്ദ്രമോദിക്ക് ഒരു അവസരത്തിൽ നൽകിയ പിന്തുണ ഇങ്ങനെയാണ്. പാകിസ്ഥാനിൽ അദ്ദേഹത്തിന് ഏറെ ആരാധകരുണ്ട്. പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നാണ് രാജ്യം വിട്ടത്. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകണം എന്നാണ് മുഹമ്മദ് ഷയാൻ അലി പറഞ്ഞിരുന്നത്. പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ആശ്ചര്യപ്പെടും, അവർ ഇതിൽ ഖേദിക്കും. ഇസ്രയേലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. ഇസ്രയേൽ ഇന്ത്യക്ക് കരുത്തായി എന്നുമുണ്ട്. കാശ്മീരിലെ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ കനത്ത തിരിച്ചടി നൽകണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ യുവാവിൻ്റെ ഈ ദേശീയ പതാക കഴുകി അരുവിയിൽ നിന്ന് ലഭിക്കുന്ന ദേശീയ പതാകയെ അത്രത്തോളം മഹത്തരമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ യുവാവിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മുസ്ലിം യുവാവിന്, ഭാരതത്തിൽ കഴിയുന്ന ഒരു മുസ്ലിം യുവാവിന് ഇത്രമാത്രം ദേശസ്നേഹം ഉള്ളിലുണ്ട് എങ്കിൽ പാകിസ്ഥാനെതിരെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നതാണ് മുഹമ്മദ് ഷയാൻ അലി തൻ്റെ കുറിപ്പിലൂടെ, തൻ്റെ ഈ വീഡിയോയിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ശനിദശയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ട്രംപിനൊപ്പം നിന്നാൽ ട്രംപ് എല്ലാം സഹായിക്കും, എല്ലാം ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷയോടെ ട്രംപിനൊപ്പം ചേർന്ന പാകിസ്ഥാനും, അതുപോലെ തന്നെ പാകിസ്ഥാനെ ഒരു സോഫ്റ്റ് കോർണർ കൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞ ട്രംപുമൊക്കെ ഇപ്പോൾ തിരിച്ചടിയേറ്റ പോലെ ഇരിക്കുകയാണ്. ഇന്ത്യ, റഷ്യ, ചൈന, ഈ ത്രയങ്ങൾ ഒന്നിച്ചു ചേർന്ന് അവർ പുതിയ പുതിയ കരാറുകളിലേക്കും ഒരു കരുത്താവുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ശരിക്കും തങ്ങൾ ചെയ്തതൊന്നും ശരിയായില്ല, നല്ല കാര്യങ്ങളായിരുന്നില്ല, തെറ്റായിപ്പോൾ തങ്ങളുടെ തീരുമാനങ്ങൾ എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാനും അതുപോലെ തന്നെ ട്രംപും എത്തിച്ചേരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇങ്ങനെയുള്ള പോസ്റ്റുകളും ഭാരതം എവിടെയാണ് നിൽക്കുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.